എന്തൊക്കെയുണ്ട്? നന്നായി പോകുന്നു മാം. പ്രേയർ ആരാണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മാം ഞാനാണ്. Oh Lord, thank you for this new day. Please guide my steps, fill my heart with, give me the strength to handle whatever comes my way. May I reflect your love to others. Good afternoon, ma'am. Good afternoon, friends. Good afternoon. Thought of today. Thought of today. നിങ്ങൾ പറയൂ. ഞാൻ പറയാം. Don't dwell on past. Make the most of the present and be positive about the future. നമ്മൾ പാസ്റ്റില് ഉള്ള നടന്ന കാര്യങ്ങൾ കൂടി തോണ്ടിക്കൊണ്ടിരിക്കാതെ പ്രസന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫ്യൂച്ചറിന് പോസിറ്റീവായിട്ട് കാണുക. താങ്ക് യു മാം. Signing. Signing. ഞാനൊരു 2 വരി പാട്ട് പാടാൻ ശ്രമിക്കാം. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാളം പൂക്കാമ കൊമ്പിൽ പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്ന് പാടി പറഞ്ഞു. പൂങ്കുയിലൊന്ന് പാടി പറഞ്ഞു. നിനയാത്ത നേരത്തൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാലൊരു നാളും പിരിയാത്ത മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നല്ലോ. കൊതിയോടെ ഓടിപ്പോയി പടിവാതിലിൽ ചെന്നൻ മിഴി രണ്ടും നീട്ടുന്ന നേരം നിറയെ തളിർക്കുന്നു പൂക്കുന്നു കായ്ക്കുന്നു കനവിന്റെ തേന്മാവിൻ കൊമ്പ്, എന്റെ കരളിലെ തേന്മാവിൻ കൊമ്പ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. പാട്ട് പാടൂല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടല്ലേ? വരുവാനും കാലം വിജനമാവൻ വഴിക്കറിയാമതെന്നാലും അല്ലെ? പ്രിയമുള്ള ഒരാളാലും വരുവാനിൽ നിന്ന് ഞാൻ വെറുതെ മോഹിക്കുമല്ലോ അല്ലെ? അതായത് എപ്പോഴും ആ മോഹം ഉണ്ടാവുന്നത് നല്ലതാണ്. ആ വഴിയിൽ കണ്ണു ഇരിക്കുക പറയുമ്പോ അതൊരു രസല്ലേ? അതിൽ തന്നെ ഒരു വരിയല്ലേ, നിനയാത്ത നേരത്തിൽ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ. അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കാലച്ച പോലെ കേട്ടല്ലേ പദവിന്യാസം കേട്ടു. പക്ഷെ എന്താ നോക്കിയപ്പോ വഴിതെറ്റി വന്നാലോ പകുതിക്ക് വെച്ചെന്റെ വഴിയിൽ തിരിച്ചു പോകുന്നു. വഴിതെറ്റി വന്ന ആരോ ആയിരുന്നു വന്നതല്ലേ? എന്ത് രസമല്ലേ? ഇത് ആരായിരിക്കും? ഓൺലൈനാണോ? ഓൺലൈൻ്റെ വരികളാണെന്ന് തോന്നുന്നു. എനിക്ക് വളരെ കട്ടിയുള്ള വേർഡ്സ് ആണ് മാം പറഞ്ഞു വരുമ്പോഴത്തേക്കും. വേർഡ്സ് പാടി വരുമ്പോ തന്നെ നല്ല പാടാണ്. നമുക്കൊരു പ്രതീക്ഷയും വിഷമവും ഒക്കെ തോന്നുന്ന ഒരു പാട്ടാണല്ലേ? ശരിക്കും നമുക്കത് പാടുമ്പോ കറക്റ്റ് ശോഭനയുടെ എല്ലാ മൂമെന്റ്സും ഓർമ്മ. മാം സെമിനാർ ഉണ്ടായിരുന്നു. സെമിനാർ എടുക്കാൻ ഞാൻ ചാപ്റ്റർ എടുക്കുകയാണ്. ഒറ്റ ഫോർമാറ്റിൽ എടുക്കുന്നത് ലാസ്റ്റ് ആണ് നമ്മുടെ ചാപ്റ്റർ എടുക്കുന്നത്. ഒന്നേ എടുപ്പിച്ചത്
എടുത്തോളൂ. ഫസ്റ്റ് ആരാണ് ടോപ്പിക്? ഞാനാണ് മാം. ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ഡിപ്ലീഷൻ. പേര് പറയൂ. ആര്യൊക്കെ? ആ കേട്ടോ. ആര്യ അല്ലേ? യെസ് മാം. സ്റ്റാർട്ട് ചെയ്തു. Good afternoon, respected ma'am and my dear friends. Today, I'm going to speak about an environmental issue called ozone depletion. So, before that, first, let us understand what the ozone layer is. So, ozone layer is a natural protective layer that is present in the stratosphere about 15 to 35 kilometers above the earth surface. അതായത് എർത്ത് സർഫസിലെ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. സോ ഇറ്റ് കണ്ടൈൻസ് ഓസോൺ ഗ്യാസ് വിച്ച് അബ്സോർബ്സ് മോസ്റ്റ് ഓഫ് ദ സൺസ് ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ്. അതായത് സണ്ണിൽ നിന്നും വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതാണ് ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയർ, അതായത് ഈ ഓസോൺ ലെയറിൽ നമുക്ക് ഓസോൺ ലെയർ ചെയ്യുന്നത്. സോ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓസോൺ ലെയർ ഈസ് ആൻ ആക്ട് ആസ് ലൈക്ക് നാച്ചുറൽ സൺസ്ക്രീൻ ഫോർ ആ പ്ലാനറ്റ് എന്ന് പറയാം. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ, അതായത് ഇൻവോൾവ്മെന്റ് കൊണ്ട്, ഹ്യൂമൻസിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് ഈ പ്രൊട്ടക്റ്റീവ് ലെയർ ഹാസ് ബിക്കെയിം തിന്നർ ആയിട്ട് വരുന്നത്. സോ ഈ തിന്നർ ആയിട്ട് വരുന്ന ഈ പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഈസ് നോൺ ആസ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡിപ്ലീഷൻ ഉണ്ടാവാനായിട്ട് ഒരുപാട് കോസസ് ഉണ്ട്. സോ അതിൽ മേജർ ആയിട്ടുള്ള ഒരു കോസ് എന്ന് പറയുന്നത് ദ റിലീസ് ഓഫ് കെമിക്കൽസ് കോൾഡ് CFCs വിച്ച് മീൻസ് ദാറ്റ് ക്ലോറോ ഫ്ലോറോ കാർബൺസ് ആണ്. അതായത് ഈ കെമിക്കൽസ് were used commonly in refrigerators, എയർ കണ്ടീഷൻസ്, എയറിയോസോൾ സ്പ്രേസ് ആൻഡ് ഫോം പ്രൊഡക്ട്സിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ CFC എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തിന്നറാക്കുന്നത് എന്നുള്ളത് നോക്കാം. When CFC reach the atmosphere, they break down due to sunlight and release chlorine atoms. സോ ഈ CFC നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ് വരുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും. സോ ഈ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന സമയത്ത് ഈ ക്ലോറിൻ ആറ്റത്തിനെ റിലീസ് ചെയ്യും. സോ ഷോക്കിംഗ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോറിൻ ആറ്റംസ് ക്യാൻ കിൽ തൗസൻഡ്സ് ഓഫ് ഓസോൺ മോളിക്യൂൾസ്. അതായത് ഒരു ആയിരക്കണക്കിന് ഓസോൺ മോളിക്യൂൾസിനെ ഒരു ക്ലോറിൻ ആറ്റത്തിന് കൊല്ലാനായിട്ട് പറ്റും. സോ ഈ ഓവർ ടൈം ചെയ്യുന്ന സമയത്ത് ആൻഡ് ദീസ് ലീഡ്സ് ടു എ സീരിയസ് തിന്നിങ് ഓഫ് ദി ഓസോൺ ലെയർ. ഓസോൺ ലെയറിന്റെ എന്താ പറയുന്നത്, ഈ പറയുന്ന സീരിയസ് ആയിട്ടുള്ള ഈ കൺസെപ്ഷൻ കൊണ്ട് ഒരു സീരിയസ് ഓഫ് തിന്നിങ് ആണ് ഓസോൺ ലെയറിൽ ഉണ്ടാവുക. സോ അതാണ് മെയിൻ ആയിട്ടും ഈ പറയുന്ന ഓസോൺ ഡിപ്ലീഷന് കാരണമാവുക. ഇനിയിപ്പോൾ ഈ ഓസോൺ ഡിപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹ്യൂമൻസിനാണെങ്കിലും നമ്മുടെ നേച്ചറിനാണെങ്കിലും നമ്മുടെ എൻവയോൺമെന്റിലൊക്കെ ആണെങ്കിലും ഒരുപാട് എഫക്ട്സ് ഉണ്ടാവും. സോ സീരിയസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഹ്യൂമൻസിന് പറ്റുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻക്രീസ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ക്യാൻ കോസ് സ്കിൻ ക്യാൻസർ. അതായത് നമ്മൾക്ക് സ്കിൻ ക്യാൻസർ, അതേപോലെ തന്നെ കാറ്ററാക്ട്സ് മീൻസ് തിമിരം, ആൻഡ് ദ വീക്കനിങ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ ഹ്യൂമൻസ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം വരെ വീക്കൻ ചെയ്യിക്കാനുള്ള ഒരു കഴിവാണ് ഈ പറയുന്ന ഓസോൺ ഡിപ്ലീഷൻ കാരണം നമ്മൾക്ക് ഹ്യൂമൻസിന് സംഭവിക്കുക. ആൻഡ് ഇറ്റ് ഓൾസോ എഫക്ട് ക്രോപ്സ്, അതേപോലെ തന്നെ മറൈൻ ലൈഫ്, ഇക്കോസിസ്റ്റം, ഇതിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്മോൾ ചേഞ്ച് ഓസോൺ ലെയർ, അതായത് ഒരു ചെറിയ ചേഞ്ച് പോലും ഈ ഓസോൺ ലെയർ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ഡിസ്റ്റർബ് ദ ബാലൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. അതായത് ഈ ഭൂമിയിലുള്ള ആളുകളുടെ ലൈഫിന്റെ ബാലൻസിനെ തന്നെ ഇത് ഡിസ്റ്റർബ് ചെയ്യിക്കും. സോ ഇതിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കൺട്രോൾ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീപ്ലേസ്മെന്റ് ഓഫ് CFC ആണ്. അതായത് ഈ ക്ലോറോ ഫ്ലോറോ കാർബണിന് പകരമായിട്ട് നമ്മൾക്ക് ഹൈഡ്രോ ഫ്ലോറോ കാർബൺസ് യൂസ് ചെയ്യാം. ദെൻ അതേപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെഫ്രിജറൻസ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റെഗുലേഷൻസിനെ നമുക്ക് കൊണ്ടുവരാം. ഇനി പബ്ലിക് അവയർനെസ്സിനായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന പ്രോഡക്ട്സ് കണ്ടെയ്നിങ് ഹാർംഫുൾ കെമിക്കൽസ് ഉണ്ടാവുമല്ലോ. സോ ദാറ്റ് ഈസ് വി ക്യാൻ അവോയ്ഡ് ദാറ്റ്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ പ്രോപ്പർ ഡിസ്പോസബിൾ ഓഫ് റെഫ്രിജറേഷൻ എക്യുപ്മെന്റ്, അതായത് റെഫ്രിജറേഷൻ ചെയ്ത എക്യുപ്മെന്റ്സിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാം. ദെൻ ഓൾസോ ലൈക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ടെക്നോളജീസ് നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റാം. സോ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കൺട്രോൾ മെഷറിംഗ് ആണ്
മോണിറ്ററിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത് ഇന്റർനാഷണലി എഗ്രിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഓസോൺ ഡിപ്ലീഷൻ സബ്സ്റ്റൻസിന്റെ കാരണം കൊണ്ട് ഇത് തിരിച്ച്, അതായത് ഈ ഓസോൺ ലെയറിനെ വീണ്ടും പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്തിരിക്കുന്ന ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഓഫ് എന്താ പറയുക സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് മോണിറ്ററിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ അതും വേണമെങ്കിൽ നമുക്ക് ഒരു എൻവയോൺമെന്റൽ ട്രീറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് അതും വേണമെങ്കിൽ ചെയ്യാം. സോ ഇപ്പോഴുള്ള കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി ഇപ്പോൾ ഓസോൺ ലെയർ റിക്കവർ ചെയ്ത് വരികയാണ്. സോ സയന്റിസ്റ്റ് എല്ലാം എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിഡിൽ ഓഫ് 21st സെഞ്ചുറി ഒക്കെ ആകുമ്പോഴത്തേക്കും വി ക്യാൻ എന്താ പറയുക ഈ ഓസോൺ ലെയർ ഗ്രാജുവലി പഴയതുപോലെ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. സോ നമുക്ക് അവസാന കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആണ്. പക്ഷെ അത് മോസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മെയിൻലി ബൈ ഹ്യൂമൻ മെയ്ഡ് കെമിക്കൽസ് കൊണ്ടാണ്. അതായത് നമ്മൾ തന്നെയാണ് ഈ പറയുന്ന ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ ഹൗവർ എന്നിരുന്നാലും നമ്മൾക്ക് ഈ പറയുന്ന ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കോർപ്പറേഷനും അതേപോലെ തന്നെ ഇതുപോലുള്ള മോണിറ്ററിൽ പ്രോട്ടോകോൾ പോലത്തെ എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ എൻവയോൺമെന്റൽ ഡാമേജിൽ നിന്നൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഒരു ഇതുണ്ട്. സോ കണ്ടിന്യൂഡ് അവയർനെസ്സും അതേപോലെ തന്നെ നമ്മുടെ റെസ്പോൺസിബിൾ ആക്ഷൻ ഒക്കെയാണ് ഈ പറയുന്ന ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഫ്യൂച്ചർ ജനറേഷനോട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനിലുള്ള ആളുകൾ എന്ന് പറയുന്ന എനിക്ക് പറയാനുള്ളത് വി ക്യാൻ കോൺട്രിബ്യൂട്ട് ബൈ യൂസിങ് ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആൻഡ് സേവ് എനർജി ആൻഡ് ഈ പറയുന്ന അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ ഇതാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ. താങ്ക് യു. ഓക്കെ ആര്യ, വെരി ഗുഡ്. ക്യാമറ ഓൺ ചെയ്യാനേ. അതൊന്നുമില്ല, എനിക്കെന്തോ പറയാൻ കുറച്ചൊരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്തോ കേട്ടില്ല. ഞാൻ കുറച്ച് നെർവസ് ആവും ഇങ്ങനെ അങ്ങനെ ഇതാകുമ്പോ, അതുകൊണ്ടാണ് ഞാൻ ആ ഓക്കെ, ശരി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നെക്സ്റ്റ് ടോപ്പിക് ആരായിരുന്നു? ഗുഡ് ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ ആരാണ്? റസ്മിയാണ്. രശ്മി. ഞാൻ പുറത്ത് മാമിൻ്റെ അതുകൊണ്ട് വീട്ടിൽ വന്നത്. ഷാഹിദാന്റെ ടോപ്പിക് മാം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ജനറ്റിക് വാരിയബിലിറ്റി. മാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുറപ്പെട്ട ഹോസ്പിറ്റലിൽ വരലാണ്. എന്നാലും എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ പറയാം. വളരെ സിമ്പിൾ ആയിട്ട്. ശബ്ദം ഭയങ്കര ഡിസ്റ്റർബൻസ്. ഭയങ്കര ഡിസ്റ്റർബൻസാ. പുറത്താണുള്ളത്, അതുകൊണ്ടാണ്. പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്, ഹോസ്പിറ്റലായിരുന്നു. ആണോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കണമല്ലോ. ഇപ്പൊ കേൾക്കാമോ? ആ കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. ജനറ്റിക് വേരിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനിതക. ഒന്നും കേൾക്കുന്നില്ല റസ്മിന, ഒന്നും മനസ്സിലാവുന്നില്ല. കുഴപ്പമില്ല, അത് അവിടെ നിൽക്കട്ടെ. ഹോസ്പിറ്റലല്ലേ, സാരില്ല. ഇപ്പൊ കേൾക്കാമോ മാം? ആ കേൾക്കാം. ഓക്കെ. ജനറ്റിക് വേരിയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനിതക വൈവിധ്യത്തിലുള്ള മാറ്റങ്ങൾ. എന്താണ് ജനിതക വൈവിധ്യം എന്നത്? ഒരേ സ്പീഷീസിൽപ്പെട്ട ആളുകളിലും ജീവികളിലും കാണുന്ന വ്യത്യാസങ്ങളാണ് ജനിതക വൈവിധ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് സ്പീഷീസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ച ഓർമ്മയുണ്ട്. ഓരോ സ്പീഷീസിന്റെ നമ്മൾ ഇപ്പം മനുഷ്യൻ തന്നെയാണെങ്കിൽ ഹോമോസാപ്പിയൻസ്, ഇനിയിപ്പോ അങ്ങനെ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേയൊന്നും എനിക്ക് ഓർമ്മയില്ല. മനുഷ്യൻ്റെതൊന്നും എനിക്ക് ആകെ ഓർമ്മയുള്ളത് പിന്നെ നെല്ലിൻ്റെത് ഓർമ്മയുണ്ട്, ഒറൈസ സെറ്റീവ സ്പീഷീസ് നെയിം. അങ്ങനെ അപ്പോൾ അതുപോലെ ഓരോ സ്പീഷീസിൽ ഉള്ള ആളുകളിലോ ജീവികളിലോ കാണപ്പെടുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ ജനറ്റിക് വാരിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഉയരം ഒരുപോലെയല്ലല്ലോ. അതുപോലെ ചർമ്മത്തിന്റെ നിറം ഒരുപോലെയല്ല, അവരുടെ കണ്ണുകളുടെ നിറം ഒരുപോലെയല്ല. ഇതൊക്കെ സംഭവിക്കുന്നത് ജനറ്റിക് വാരിയബിലിറ്റി കൊണ്ടാണ്, ജനിതകത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോ എനിക്കൊരു കോമഡി എന്നുള്ള രീതിയിൽ ഓർമ്മ വരുന്നത് മറ്റേ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്നുള്ള ഫിലിം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു.
അതിലുള്ള കാർ ഡ്രൈവർ നിവിൻ പോളിയുടെ അച്ഛന് ഓരോ കമന്റ് മക്കളെ കൊണ്ട് പറയുമ്പോൾ അയാൾ പറയുന്ന ഒരു ഡയലോഗ് എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടോന്ന് അറിയില്ല. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അതെ, ആ ഒരു ഡയലോഗ് ഞാനിപ്പോ കടമെടുക്കണം. അപ്പൊ നമ്മൾ എന്താണോ നമ്മളുടെ ജനറ്റിക് അതായിരിക്കും നമ്മളെ മക്കൾക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നല്ല ഐക്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കുണ്ടാവുന്ന മക്കളും നല്ല ഐക്യമുള്ള ആൾക്കാർ എന്ന് വിചാരിച്ച് എല്ലാവരും ഐക്യമുള്ള ആളാവണം എന്നില്ല. അതിലും ഈ ജനിതകത്തില് നമ്മളെ മക്കൾ ഉണ്ടാവുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ജീനിനുണ്ടാകുന്ന മാറ്റങ്ങളും ആ മക്കളിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ജീവികളിലും. അതുപോലെ മ്യൂട്ടേഷൻ, ജീനുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുപോലെ ക്രോസിങ്, മിയോസിസ് സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ ജനിതക വൈവിധ്യത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഈ ജനിതക വൈവിധ്യം കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്താണ്, അതാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളോട് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊറോണ എടുക്കാൻ പറ്റും. കൊറോണ വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരണമടഞ്ഞു അല്ലെ. ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ ഇമ്മ്യൂണൈസേഷൻ ഇല്ലാത്തത് കൊണ്ടും, അതിന് സാധാരണ ഒരു പനി, ജലദോഷം, തലവേദന ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ അത് സർവൈവ് ചെയ്യാനുള്ള ഇമ്മ്യൂണൈസേഷൻ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ അതിജീവിച്ച് വന്ന ആൾക്കാരാണ് ഇപ്പോഴുള്ള നമ്മളടങ്ങുന്ന ആൾക്കാർ. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീനുകളിലെ വ്യത്യാസം കൊണ്ടാണ് അത് സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് പരിണാമം, ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവല്യൂഷൻ, പരിണാമം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു ചിത്രം ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ. കുരങ്ങുകളിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള ഒരു ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആ ഫസ്റ്റ് പിക്ചർ എല്ലാവരുടെ മനസ്സിൽ വരുന്നു വിചാരിക്കുന്നു. ആ ഒരു പിക്ചറിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഇപ്പോഴുള്ള മനുഷ്യൻ അല്ലെ. ഇപ്പോൾ വിവേകവും ബുദ്ധിയും ഉള്ള ഒരു മനുഷ്യനായി പരിണമിച്ചത് തന്നെ എന്തുകൊണ്ടാണ്? ഈ ജനറ്റിക് വാരിയബിലിറ്റിയാണ് കാരണം. പരിണാമത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഈ ജനറ്റിക് വാരിയബിലിറ്റിയാണ്. അതുപോലെ സ്പീഷീസിന്റെ ജീവിത സാധ്യതയും ഇതിൽ നിന്ന് വർദ്ധിക്കും. അവരുടെ സസ്റ്റൈനബിലിറ്റി, ഓരോ സ്ഥലങ്ങളിലും ജീവിക്കുന്ന സാഹചര്യം കൊണ്ട് ജനിതകത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇതൊരു വരിയിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പീഷീസിലെ വ്യക്തികളിൽ കാണുന്ന ജനിതക വ്യത്യാസങ്ങളെയാണ് ഈ ജനിതക വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു മാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചെറുതായ രീതിയിൽ ഞാൻ വെരി ഗുഡ്. ഇല്ല, കുഴപ്പമില്ലല്ലോ. ഇതൊരാളുടെ ടോപ്പിക് അല്ലേ എടുത്തന്നെ, എന്നായിട്ട് എടുത്തോട്ടോ. ഓക്കെ മാം. ഓക്കെ, ഹോസ്പിറ്റലാണെങ്കിൽ ചെയ്യുമ്പോഴും കുഴപ്പമില്ല. ഇല്ല, ഞാന് ബാഗിൽ മറ്റേ ഇയർഫോൺ ഇട്ടിട്ട് വെച്ചോളൂ, കേൾക്കാലോ. ഓക്കെ, ശരി. ആര്യ കേൾക്കാമോടോ? ആര്യയുടെ നല്ല പ്രസന്റേഷൻ ആണ് കേട്ടോ. ബ്രീഫ് ആയിട്ടാണ് പറഞ്ഞത്. ചെറിയൊരു കണ്ടന്റ് ചെറിയ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നു. ഓക്കെ, നന്നായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. ക്യാമറ ഓൺ ചെയ്ത് കുറച്ചുകൂടി നന്നായിട്ട് എടുക്കായിരുന്നു. എന്തിനാ നെർവസ് ആവുന്നെന്ന് പറഞ്ഞേ? അല്ല, നെർവസ് അല്ല, ഇവിടെ ഫുള്ള് മെസ്സി ആയിട്ടുള്ള. അതൊന്നും വിഷയമല്ല. അത് ബേബി ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ആടയുടെ എല്ലാം ഇട്ടിട്ട് ഇവിടെ നമ്മളെല്ലാവരും ക്യാമറ ഓൺ ചെയ്യുമ്പോൾ പലവിധ പ്രത്യേകതകൾ കാണാറുള്ളതാണ് അല്ലെ. അതൊന്നും വിഷയമല്ല കേട്ടോ. ഇതാണോ ഇത്ര സുന്ദരിയായ ആളാണോ ഈ പറഞ്ഞേ? നോക്കട്ടെ, കുഞ്ഞാണോ? ചെറിയ കുഞ്ഞാണോ? മോന് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഈ ആര്യക്ക് ആരുടെയോ ഒരു ഫേസ് കട്ട് ഉണ്ട് കേട്ടോ. ഏതൊരു ആക്ട്രസിന്റെ ഫേസ് കട്ട് ഉണ്ട്. ഏതൊരു ആക്ടറിന്റെ ഫേസ് കട്ട്. തന്നെ ഉണ്ടൊക്കെ ഉണ്ടാണോ? തന്നെ ഉണ്ടൊക്കെ ഉണ്ടാണോ? മാം, എനിക്ക് കിട്ടി മാം. ആളുടെ ഫേസ് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ആക്ട്രസിന്റെ തോന്നിയത്. മറ്റേ ഹെയർ ഒക്കെ ഭയങ്കരമായിട്ട് എന്തോ ഒരു മറ്റേ വൈഫും ഹസ്ബൻഡിന്റെ ഒരു ഫിലിം പറയുന്ന ഒരു കഥ പറയുന്ന ഒരു ഫിലിമിലുള്ള നടി, പേര് കിട്ടുന്നില്ല. കെട്ടിയോളാണ് എന്റെ മാലാക, ആ ഫിലിമിലുള്ള ആക്ട്രസിന്റെ ഒരു മോക്കുണ്ട്. അതെ, എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. പക്ഷെ ആളുടെ കുറച്ചും കൂടി ഓവലാണ്. എന്നാലും ഒരു എവിടെയൊക്കെ
ചായ ഉണ്ട്. അതിപ്പോ ആളിപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന്റെ ഒരു ഫേസിന്റെ മാറ്റമായിരിക്കും തോന്നുന്നു. ആണോ? അതെ അതെ. എത്ര വയസ്സായി കുഞ്ഞിന്? 2 വയസ്സ് 2 വയസ്സ്. ആര്യ ഇവിടെ പ്രാക്ടിക്കൽ വന്നിരുന്നോ? പ്രാക്ടിക്കലിന് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ലേണേഴ്സിന്റെ ഇതുണ്ടായിരുന്നു. ഒന്നാമത്തെ ലേണേഴ്സ് പൊട്ടി. ഇപ്പൊ എവിടെയാ രണ്ടാമത്തെ സ്ഥലം? എവിടെയാ? എടുത്തിട്ടുണ്ട്. എന്റെ കണ്ണൂരാ. കണ്ണൂരാണോ? ഈ കോൺവെക്കേഷൻ വരാൻ പറ്റില്ല അപ്പൊ? പക്ഷെ അത് ടൈം അനുസരിച്ച് ഡേറ്റ് കിട്ടുന്ന അനുസരിച്ചിട്ട് ആണെങ്കിലും വരും. ശരി ശരിയടോ. ആ, താങ്ക് നെക്സ്റ്റ് ടോപ്പിക് ആരായിരുന്നു? മാം ടോപ്പിക് നെക്സ്റ്റിൽ പോകുന്നുണ്ട്. ഈ ജനറ്റിക് ഇതിന്റെ കാര്യം ഇപ്പൊ ടോപ്പിക് റസ്മിൻ എടുത്തതിന്റെ കൂടെ എനിക്ക് ഒന്ന് രണ്ട് തിങ്സ് ഇപ്പൊ ആഡ് ചെയ്യാനുള്ള, ഇപ്പൊ കറന്റ് സിനാരിയോട് ആഡ് ചെയ്യാനുണ്ടായിരുന്നു മാം. ഒന്ന് രണ്ട് കാര്യം ഇപ്പൊ അറിയാന്നുള്ള. ഞാനൊരു ടോപ്പിക്കിൽ വായിച്ചനുസരിച്ച് ഇപ്പൊ ഒരു സെമിനാർ ഇവിടെ കണ്ടക്ട് ചെയ്തതല്ല, ഔട്ട്സൈഡ് എന്താ പറയണ്ടേ US ബേസ് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നതനുസരിച്ച് ജനറ്റിക് മ്യൂട്ടേഷൻ വരുന്നതില് ഇന്ത്യയിൽ അത് കുറെ കൂടി പ്രോബ്ലമാറ്റിക് ആയിട്ട് കാണിക്കുന്നുണ്ട്. ജനറ്റിക് മ്യൂട്ടേഷൻ എന്നുള്ളതാണ് കാരണം. സെയിം ജീൻസിൽ വരുന്നതാണ് ഈ എന്താ പറയണ്ടത് നമ്മുടെ തമിഴ്നാട്, പ്രത്യേകിച്ച് സൗത്ത് സൈഡ്, കേരള, തമിഴ്നാട്, അതിൽ കൂടുതൽ തമിഴ്നാട്, ആന്ധ്ര ഈ സൈഡിലൊക്കെ എന്താ പറയണ്ട സൗത്ത് സൈഡില് മാരേജ് സെയിം ഇതിലുള്ളവരെ കൊണ്ട് മാരേജ് ചെയ്യുന്നില്ലേ, അതായത് ഇപ്പം ഫാദറിന്റെ മദറിന്റെ ഇങ്ങനെ കസിൻ റിലേഷൻ തമ്മിൽ മാരേജ് ചെയ്യുന്നുണ്ട്. അപ്പോ അത് കാരണം ഈ നെക്സ്റ്റ് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ നമ്മളൊരു 100 കേസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അപ് ടു 60% വരെ ബ്രെയിൻ ഡെവലപ്മെന്റ് കുറയുക, IQ ലെവൽ ഡൗൺ ആവുക, ചില കുട്ടികൾക്ക് എന്താ പറയണ്ടേ മെന്റലി നല്ല ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടികൾ വരെ ജനിക്കുന്ന കണ്ടീഷൻസ് വരുന്നതായിട്ടാണ് ഇപ്പൊ ഉള്ള പഠനം കാണിക്കുന്നത്. മെയിൻ ആയിട്ട് ഇപ്പൊ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ സെയിം ഇതിൽ മാരേജ് ചെയ്യുന്ന കസിൻസിന്റെ ഇത് കാരണമാണ് അങ്ങനെ വരുന്നത്. ഒന്നത്. രണ്ടാമത്തെ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം വേറൊരു പ്രോബ്ലം, ഗേൾ ബേബീസ് കൂടുന്നുണ്ട്, ബോയ്സിന്റെ ഒരു ഇത് കുറഞ്ഞും വരുന്നുണ്ട്. കാരണം മെയിൻ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാവുന്നതിന്റെ ഈ പ്രോബ്ലം ഇപ്പോൾ ഉള്ള ഈ ക്ലൈമറ്റോളജി ചേഞ്ചും ഫുഡിന്റെ പ്രോബ്ലംസും ഒക്കെ കോസ് ചെയ്യുന്ന കാരണം കമ്പാരിറ്റീവ്ലി ഇപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ കറക്റ്റ് ആയിട്ട് പോകുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. കാരണം ഇതിപ്പോ ഇങ്ങനെ സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ ജെൻസ് എടുത്ത് നോക്കുമ്പോൾ ജെൻസ് 80% ഉള്ളടുത്ത് ഫീമെയിൽ അതിനെക്കാട്ടി ഡബിൾ ആയിട്ട് സ്ട്രെങ്ത് കാണും. ഫീമെയിൽ കാണും കൂടുതൽ, ജെൻസിന്റെ ഇത് കുറഞ്ഞു വരും. ഇതാണ് ഇപ്പൊ ജെനറ്റിക്സിന്റെ ഇതിൽ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ എനിക്ക് റസ്മിന ക്ലാസ് എടുത്തോണ്ട് ഇത് ഓർമ്മ കിട്ടിയതാണിത്. ഓക്കെ, വെരി ഗുഡ്, നല്ല പോയിന്റ്. താങ്ക് യു രവതി. നെക്സ്റ്റ് ആരാണ് ടോപ്പിക്ക്? ഓഷ്യൻ ബെഡ് റിസോഴ്സസ് സുറുമി എടുക്കാന്ന് പറഞ്ഞതാണ്. സുറുമി ഉണ്ടാവോ? സുറുമി ക്ലാസ്സിന് പോയി മിസ്സേ. ക്ലാസ്സിലാണ്. മിസ്സേ ഞാൻ ജിനുവിന്റെ ടോപ്പിക് ഏതാ? മിസ്സേ ലാസത്തില്ലേ കോൺകറിങ് മിസ്സേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബഹിരാകാശ വിജയം എന്നാണോ? എന്താണ് ഔട്ടർ സ്പേസിൽ പ്രിപ്പയർഡ് അല്ല താൻ? ആ പ്രിപ്പയർ ആണ്, പക്ഷെ ഞാനത് സംശയത്തിലിരിക്കുകയാണ്. ബഹിരാകാശ വിജയം എന്നാണോ അതിന്റെ മലയാളം? ബഹിരാകാശ വിജയം ഔട്ടർ സ്പേസിൽ ഉണ്ടാകുന്ന ഇഷ്യൂസസ് ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയായിരുന്നോ? അത് നോക്കിയിട്ട് പക്ഷെ ഓൺലൈനിലൂടെ ചെയ്ത് സ്പേസിന്റെ അതാ വരുന്നത്. ഞാന് കുറച്ച് പേജ് എടുത്തു, പക്ഷെ അതൊക്കെ ബഹിരാകാശ സംബന്ധിച്ച കാര്യങ്ങളാ. ഒരു മിനിറ്റ് ചിലപ്പോ നിങ്ങൾ ഇത് കട്ടാവേ, നിങ്ങൾ പോരുത് താരം.
മിസ് മ്യൂട്ടാണോ? മിസ് ഇപ്പൊ വരും. മിസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോയേക്കാം. ഓക്കെ. ഓക്കെ. കേൾക്കാമോ? കേൾക്കാമോ എല്ലാവർക്കും? യെസ് മാം. യെസ്. വോയിസ് ക്ലിയർ ആണ് മാം. വോയിസ് ക്ലിയർ ആണ് അല്ലെ? യെസ്. അതായത് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണ്? മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ആണ് അല്ലെ? യെസ്. പിന്നെ ലാസ്റ്റത്തെ ഈ ഒരു ടോപ്പിക്കിൽ എന്താ സംശയം വരാൻ കാരണം? നമ്മുടെ ബഹിരാകാശത്തേക്ക് പലവിധ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്നുണ്ട് അല്ലെ? വിക്ഷേപിക്കാറില്ലേ? സ്പേസിലെ പല പല കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പലവിധ ഉപഗ്രഹങ്ങൾ നിക്ഷേപിക്കുന്നു അല്ലെ? അപ്പോ ഈ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് അല്ലെ? ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. അതിനാൽ തന്നെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടോ? പൊല്യൂഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ് ഇതിൽ വരുന്നത്. ആരാണ് ഇതിന്റെ ടോപ്പിക് എടുക്കുന്നത്? ആരാണ്? ജിനു അല്ലേ? അതെ മിസ്സേ. ജിനു അങ്ങനെയല്ലേ കണ്ടുപിടിച്ചത്? ഞാന് വിടുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തോ? അല്ല, നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നില്ലേ? നമ്മള് അങ്ങോട്ടേക്ക് നിരീക്ഷണത്തിന് നമ്മൾ വേണ്ടി അങ്ങോട്ടേക്ക് വിടുന്നതിനനുസരിച്ച് ബഹിരാകാശം എന്ന അവശിഷ്ടങ്ങൾ, അതിന്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഭൂമിയിലേക്ക് പതിക്കാറുണ്ട് പല സിറ്റുവേഷൻസ്. അങ്ങനെ അതെന്താണ് അന്തരീക്ഷത്തിന് പല പല ത്രെട്ടൻസ് ഭീഷണി ഉണ്ടാവാൻ സാധ്യത. നമ്മുടെ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും നിക്ഷേപിച്ചതിന് ശേഷം അത് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ്, എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് സംഭവിച്ചാൽ അതിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചത് അന്തരീക്ഷത്തിലൂടെ തിരിച്ചു വരാറുണ്ട്. അങ്ങനെ അത് ഹ്യൂമൻ ബീങ്സിന് ഭീഷണിയാവാറുണ്ട്. അല്ലാതെ തന്നെ എന്താണ് നമ്മുടെ ഈ ഓരോ പാളികളിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ പല പാളികളിലും പല രീതിയിലുള്ള വേരിയേഷൻസ് ഈ വിക്ഷേപണം മൂലവും സംഭവിക്കാറുണ്ട്. അങ്ങനെ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക് ആണത് കേട്ടോ. അത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ലേ ജിനു? മിസ്, ഞാൻ ഗുണങ്ങളും അതുപോലെ അതിന്റെ ദോഷഫലങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല. അത് കുറെ ഞാൻ നോക്കി. ടോപ്പിക് എന്താണെന്ന് പ്രസന്റ് ചെയ്താൽ മതി. അത് മൊത്തം പറയണോ അതോ അതിന്റെ ഗുണങ്ങൾ? സ്പേസിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളല്ല അന്തരീക്ഷത്തിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മൾ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെട്ടുകളല്ലേ, ഭീഷണികളെ കുറിച്ചല്ലേ പഠിപ്പിക്കുന്നത്. ഇപ്പൊ സ്പേസിൽ ഇത്തരം കാര്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ നോക്കിയിട്ടില്ല മിസ്സേ. ഞാൻ ഗുണങ്ങൾ മാത്രമേ അതിന്റെ കിട്ടുന്നതും നേട്ടങ്ങൾ മാത്രം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പെട്ടെന്ന് പറയാന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു ബുദ്ധിമുട്ട് പോകുന്നു. അല്ല, അപ്പൊ അതെങ്ങനെയാണ് എഴുതിയാക്കുന്നത്? എങ്ങനെയാണ്, എന്തിനെ കുറിച്ചിട്ട്? എന്താണ് ബഹിരാകാശ വിജയം, പിന്നെ അതിനെ കുറിച്ചുള്ള ഗുണങ്ങള്, പിന്നെ എന്തൊക്കെ വിട്ടു, ഏതൊക്കെ ഇപ്പൊ ISRO അങ്ങനത്തെ നിരീക്ഷിച്ചു. അതല്ലല്ലോ വിജയമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇത് മൂലം ഒരു ടോപ്പിക് ഇങ്ങനെ ഒരു മൈൻഡ് ഈ സ്പേസസിലേക്ക് വിക്ഷേപിക്കുന്ന പല ഉപഗ്രഹങ്ങൾ വഴി നമ്മുടെ ഓസോൺ ലെയേഴ്സിനൊക്കെ പല ബുദ്ധിമുട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. അതായിരിക്കും കിട്ടാനോ? മിസ്സേ. ഓക്കെ, കുഴപ്പമില്ല. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിച്ചോളാം കേട്ടോ. ഓക്കെ. അതന്നേരം നോക്കിയപ്പോ കിട്ടിയില്ലാന്നെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, അടുത്ത ആരാണ്? കഴിഞ്ഞോ? ഗ്രൗണ്ട് വാട്ടർ ഒക്കെ ആരായിരുന്നു? ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി.
ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എടുക്കുകയാണ് അല്ലെ, കേസ്. ഓക്കെ, ഇനിയുള്ളത് ഏതാണ്? ഗ്രൗണ്ട് വാട്ടർ എടുത്തിട്ടില്ല, ബെഡ് റിസോഴ്സസ് എടുത്തിട്ടില്ല. ഈ രണ്ടുപേരും എന്ത്? ഈ രണ്ടുപേരും എവിടെ പോയി ഞാൻ ചോദിക്കും. പേരെനിക്ക് അറിയില്ല ആരാണ്. ഷാഹിദയാണോ മാം? ഷാഹിദയുടെ ടോപ്പിക്കാണ് റസ്മിൻ എടുത്തത്. പിന്നെ അതേപോലെ തന്നെ വേറെ ആരുടെ ഒരു ടോപ്പിക്കാണ് സുറുമി എടുക്കുന്നത്, ബെഡ് ഓഫ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ നമ്മള് ഈ ഔട്ടർ സ്പേസസിനെ വളരെ ബ്രീഫ് ചെയ്തെന്ന് പറയാം. നമ്മുടെ ബഹിരാകാശത്തിലേക്ക് നമ്മൾ പലവിധ ഉപഗ്രഹങ്ങളും അല്ലെങ്കിൽ പല പല കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല റോക്കറ്റ്സുകളാണെങ്കിലും മറ്റ് വിക്ഷേപിക്കുന്നുണ്ട്. വിക്ഷേപിക്കുന്നത് മൂലം അതെല്ലാം ഒന്നും സക്സസ് ആവാറില്ല അല്ലെ. ചിലതൊന്നും സക്സസ് ആവാറില്ല, ചിലപ്പോൾ തകർന്നടിഞ്ഞ് വീഴാറുണ്ട്. ഇൻകേസ് ഇത് പോകുന്നത് മൂലം തന്നെ എന്താണ്, ഓൾറെഡി ഒരു പൊല്യൂഷൻ എന്നൊരു സംഭവം അല്ലെങ്കിൽ മലിനീകരണം, അതായത് അന്തരീക്ഷത്തിലെ ആ ഒരു എന്താ പറയാ, അന്തരീക്ഷത്തിന് ചുറ്റും എന്താണ് എല്ലാ പാളികളിലും ഇത് എന്ത് സംഭവിക്കുന്നുണ്ട്, രീതിയിൽ അത് നമുക്ക് പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. മാത്രമല്ല എന്താ സംഭവിക്കുന്നത്, നമ്മള് ഈ എന്ത് തരം വിക്ഷേപണങ്ങളാണെങ്കിലും നമ്മുടെ അറ്റ്മോസ്ഫിയറിന് യാതൊരു വിധത്തിൽ കേട് പറ്റാതെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഏത് തരം വിക്ഷേപണങ്ങളാണെങ്കിലും അത് ബഹിരാകാശ സ്പേസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് തരം പ്രോഗ്രാംസ് ആണെങ്കിലും അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപണങ്ങളാണെങ്കിലും എന്താണെങ്കിലും എന്താണ്, പ്രകൃതിക്ക് യാതൊരു വിധത്തിൽ കേടുപാടുകൾ സംഭവിക്കാതെ ആയിരിക്കും നമ്മൾ വിക്ഷേപിക്കേണ്ടത്. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അതായത് സസ്റ്റൈനബിൾ സ്പേസ് ആക്കി മാറ്റുക. അതായത് നമുക്ക് യാതൊരു വിധത്തിൽ എന്ത് സംഭവിക്കരുത്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങോട്ട് നിക്ഷേപിക്കപ്പെടുന്നത് അല്ലെ. പക്ഷെ അത് നമ്മുടെ അന്തരീക്ഷത്തിന് യാതൊരു വിധത്തിലുള്ള ത്രട്ടണയും ഇല്ലാത്ത രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എന്ത് തരം കണ്ടുപിടുത്തങ്ങളാണെങ്കിലും സ്പേസ് റിലേറ്റഡ് വരുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്, ബ്രീഫ് ചെയ്ത് പറയുന്നത് കേട്ടോ. എങ്ങനെയൊക്കെയാണത് സ്പേസസിലേക്ക് നമ്മൾ വിക്ഷേപിക്കും, എന്തൊക്കെ ഡിഫക്ട്സുകളാണ് സംഭവിക്കുന്നത്, നമ്മൾ പോലും അറിയാതെ പല രീതിയിലുള്ള അപകടങ്ങൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നമ്മൾ ഈ റോക്കറ്റ്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന പലതരം കെമിക്കൽസുകൾ അല്ലെ, അതിന്റെ ഇന്ധനത്തിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് മൂലം എന്ത് സംഭവിക്കും, അത് ശ്വസിച്ചാൽ തന്നെ എന്താണ്, നമ്മൾ ഈ റോക്കറ്റ്സ് പോകുന്ന സമയത്ത് പുക കണ്ടിട്ടില്ല, റോക്കറ്റ് പോണ വഴിയിൽ കംപ്ലീറ്റ് എന്തുണ്ടാവും, ഒരു ലൈൻ പോലെ കാണാൻ പറ്റും അല്ലെ. കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? കാണാറുണ്ട്. യെസ്, അത് ശരിക്കും പറഞ്ഞാൽ പ്രകാശ മലിനീകരണത്തിൽ, അതായത് പ്രകാശത്തിന് വരെ അല്ലെങ്കിൽ ഇപ്പൊ ഡേ ലൈറ്റ്സ് ആണെങ്കിൽ ഡേ ടൈമിലാണെങ്കിൽ എന്താണ്, ആ ലൈറ്റ്സിന് വരെ അതിൽ നിന്ന് ചെറിയ രീതിയിൽ എക്സ്പോഷർ സംഭവിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ചില നമ്മള് ചുറ്റപ്പെടുന്ന ഉപഗ്രഹങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ സക്സസ് ആവാറില്ല, ചിലത് പകുതിക്ക് വെച്ച് എന്താണ് പൊട്ടിത്തകർന്നൊക്കെ പോവാറുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ എന്താണ്, അതിൽ നിന്നുള്ള ആഫ്റ്റർ എഫക്ട്സ് കൊണ്ട് ജനങ്ങൾക്ക് പരിസ്ഥിതിക്കും ഒരേപോലെ തന്നെ പല ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കോൺകറിംഗ് ഓഫ് ഔട്ടർ സ്പേസസ് എന്ന് പറയുന്നത്. സ്പേസിൽ നമ്മൾ പല പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്താൽ പോലും അത് പ്രകൃതിക്കും മനുഷ്യന് ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കണം നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് ആ ഒരു എന്താ പറയാ, അത് വലിയൊരു ഭീഷണി തന്നെയാണ് അല്ലെ. നമുക്കിപ്പോ ഒരു ലോങ് സ്പേസ് അല്ലെങ്കിൽ ലോങ് സ്പേസ് അല്ല, ഏതെങ്കിലും ഇപ്പൊ ഒരു എന്താ പറയാ പല ഉപഗ്രഹങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് അത് പെട്ടെന്നൊരു സമയത്ത് കൺട്രോൾ ഇല്ലാതെ താഴേക്ക് പതിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അല്ലെ, താഴേക്ക് പതിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും സിറ്റുവേഷൻ, ഇതിനായിരിക്കും ബാധിക്കുന്നത്. ഒരു ഓപ്പൺ സ്പേസസിലേക്കാണ് എത്തിച്ചേരുന്നെങ്കിലോ അല്ലെ, ഒരു കൺജസ്റ്റഡ് ഏരിയ അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ഉള്ള ഒരു ഇടയിലാണെന്ന് പതിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കാം, ഡാമേജ്, ഒരുപാട് മരണങ്ങളും ഒക്കെ ഡാമേജ് സംഭവിക്കും. തകർന്നു അല്ലെ, പോപ്പുലേഷന് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. വലിയൊരു ഡിസ്ട്രക്ഷൻ അത് കാരണമായേക്കാം അല്ലെ. അപ്പൊ നമ്മള് അവിടെ സ്പേസില് പല കാര്യങ്ങൾ കണ്ടുപിടിക്കും, അതിൻ്റെതായിട്ടുള്ള പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മള്, അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന പറയില്ല അല്ലെ. കാരണം ഇത്തരത്തിലുള്ള വാതകങ്ങൾ ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും അതിനെ മാറ്റിയെത്താൻ പറ്റില്ല അല്ലെ. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് സംഭവിച്ചാൽ മാത്രമേ ഇത്തരം വലിയ അപകടങ്ങളിലേക്ക് അത് പോകുള്ളൂ. എപ്പോഴും ഇത് നമുക്ക് പറയാൻ പറ്റില്ല, പ്രവചനാതീതമായ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ്,
നമ്മുടെ ആഗോളമായിട്ട് ഇത് ഒരു ഭീഷണിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്പേസ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഇഷ്യൂസും എന്താണ്, അത് മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ അപകടമാണ്. ഓക്കെ, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. പക്ഷെ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിക്കൊണ്ടോന്നിട്ടുള്ള നിങ്ങൾ എടുക്കുന്നുണ്ട്. നോക്കിയിരുന്ന കുറച്ചും കൂടി വിശദമായിട്ട് പറയാമായിരുന്നു. ഓക്കെ, സ്പേസിന്റെ അതുപോലെ ചെറുപ്പ പരീക്ഷണങ്ങൾ നടത്തുമ്പോ അത് ആദ്യത്തെ പരീക്ഷണം വിജയിക്കണമെന്നില്ലല്ലോ. അപ്പൊ അത് പതിക്കാൻ മാക്സിമം കടലിലേക്ക് പതിക്കാനാണ് അവര് ചെയ്യുക. അതെ അതെ. അപ്പൊ മനുഷ്യന് ഭീഷണിയാവില്ല, പക്ഷെ കടലിനും അതിൽ ജീവിക്കുന്ന ജീവികൾക്കും അത് മറ്റൊരു തരത്തില് ഭീഷണിയാവും. ഇപ്പോ കടലിലെ പല ജീവജാലങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ, പല ജീവജാലങ്ങളും നാശത്തിലേക്ക് നയിക്കുന്നത് കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കും അതെന്താണ്, അതിനെ വേറൊരു രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ കടലോര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കും അത് അഫക്ട് ചെയ്യുന്നു. വെരി ഗുഡ്, നല്ല പോയിന്റ് ആണ് കേട്ടോ. യെസ്, എവിടെയാണോ ചെന്ന് പതിക്കുന്നത് ആ ഏരിയ അത് ഇല്ലാണ്ടാക്കി മാറ്റുക, അതിനെ നശിപ്പിച്ച് കളയാനായിട്ടുള്ള എല്ലാ തീവ്രത എന്തിനുണ്ട്, ആ ഉപഗ്രഹങ്ങളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ വൻ സ്ഫോടനത്തിന് വരെയും കാരണമായേക്കാം അല്ലെ, വളരെ ഒരു വലിയ സ്ഫോടനത്തിന് വരെ. ഇപ്പൊ ഫാക്ടറികളിലൊക്കെയാണ് വീഴുന്നെങ്കിൽ, കെമിക്കൽ ഫാക്ടറീസിലൊക്കെയാണ് പതിക്കുന്നതെങ്കിലോ വലിയ അപകടങ്ങൾ, വലിയ ക്രാഷസുകൾ സംഭവിക്കാനായിട്ടുള്ള കാരണമായേക്കാം അല്ലെ. അതൊക്കെ വലിയൊരു ഭീഷണിയാണ്. നമ്മുടെ എൻവയോൺമെന്റ് നേരിടുന്ന ആഗോളമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഇനിയിപ്പോ അതിന് വേണ്ടി ഒരു വേറെ ക്ലാസ് വേണ്ടല്ലോ, ആ ടോപ്പിക്കിന് വേണ്ടി. അതിന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വേണമെന്ന് വെച്ചാൽ എടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. കാരണം സെമിനാർ എടുക്കാനൊക്കെ ചോദിച്ചതാണ്. ഇനി ഇതിലുള്ളത് ഗ്രൗണ്ട് വാട്ടറും ഓഷ്യൻ ബെഡ് റിസോഴ്സസ് ആണ്. അതിനാരും എടുത്തില്ലെങ്കിൽ ടീച്ചറാണ് അത് എടുക്കും കേട്ടോ. ആരും എടുക്കുന്നില്ലെങ്കിൽ സുറുമി സ്കൂളിൽ പോവാണെങ്കിൽ ചിലപ്പോൾ എടുക്കാതിരിക്കില്ല അല്ലെ. ഓഷ്യൻ ബെഡ് റിസോഴ്സസും ഗ്രൗണ്ട് വാട്ടറും ഞാൻ തന്നെ എടുക്കാം. അല്ലാതെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും നമ്മുടെ അതിനനുസരിച്ച് ക്ലാസ്. ഡിഫ്ലെക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഞാൻ എടുക്കാം. അതെ മാം, ഡിഫ്ലെക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഓഷ്യൻ ബെഡ് റിസോഴ്സസോ എടുക്കും, അല്ലെങ്കിൽ എടുക്കില്ലെങ്കിൽ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ബില്ലിംഗ് ആയ ആരെങ്കിലും ഉണ്ടോ? എടുത്ത ആള് എടുത്തത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഇനിയിപ്പോ അത് നിവർത്തിയുള്ളൂ. എന്നാ പിന്നെ ഞാന് നോക്കാം. നമ്മൾ എല്ലാവർക്കും ഒരു ചാൻസ് ആയിക്കോട്ടെ എന്നൊക്കെയാണ് ഇടയിൽ അങ്ങനെ പറയാതെ എല്ലാവരും എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ. ചാൻസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ടോപ്പിക് ഒക്കെ വിതരണം ചെയ്ത് കൊടുത്തത്. പക്ഷെ എടുത്ത ആൾക്കാർ തന്നെ എടുക്കേണ്ട അവസ്ഥ പോലെയാണ്. ഞാനും എടുക്കാറുണ്ട് അവസ്ഥ ഒന്നുമില്ലേ സെമിനാർ. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ടോപ്പിക് കിട്ടില്ലെങ്കിൽ അത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതൊരു തെറ്റൊന്നുമല്ല, അതൊരു പ്രശ്നമേ ഇല്ല കേട്ടോ. അപ്പൊ അതെടുക്കാം കേട്ടോ. ഓഷ്യൻ ബെഡ് റിസോഴ്സസ് നല്ല ടോപ്പിക്കാണ്. സോറി മിസ്, ഞാനത് ഓക്കെ, അത് നമുക്ക് ഇതിനു മുമ്പ് പല ക്ലാസ്സിലും സംഭവിച്ചിട്ടുണ്ട്. ചിലവർക്ക് സെർച്ച് ചെയ്യുമ്പോൾ വേറെ രീതിയിലൊക്കെ കിട്ടാറ്, അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, അത് വിട്ടേക്ക് കേട്ടോ, അത് പ്രശ്നമേ അല്ല. ഇനി ഇതെല്ലാ ടോപ്പിക്കും കഴിഞ്ഞല്ലോ. ഒരെണ്ണം കൂടി ഉണ്ട്, ഇത് ആരും എടുത്തിട്ടില്ല. ഡീഫോറസ്ട്രേഷൻ എന്ന ടോപ്പിക്. ഡീഫോറസ്ട്രേഷൻ എന്നാ ജിനു ഈ ടോപ്പിക് എടുക്കോ? ഡീഫോറസ്ട്രേഷൻ, സോയിൽ ഇറോഷൻ, നല്ല ടോപ്പിക്കാ. എടുക്കാം. അടുത്ത ക്ലാസ്സിൽ അത് പ്രിപ്പയർഡ് ആവാം കേട്ടോ. അടുത്ത ക്ലാസ് കൂടി ഞാൻ സെമിനാർ തരുള്ളൂ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പിന്നെ എടുക്കില്ല. അപ്പൊ ഒരു ടോപ്പിക്ക് രേവതി, ഒരു ടോപ്പിക് ആരാണ്? വനജ ടീച്ചറാണ്. പിന്നെ ആരാണ്? ശരി, ഓക്കെ. എനിക്ക് അന്ന് ക്ലാസ് എടുത്തപ്പോ തുടങ്ങി വനജ ടീച്ചറെ തന്നെയാണ് ടീച്ചറെ വായിൽ വരുന്നത്. അപ്പൊ അത് ഇനി മാറൂല കേട്ടോ, അങ്ങനെ വിളിച്ചു പോണതാണ്. സന്തോഷം. എനിക്ക് എന്റെ ടീച്ചറെ പോലെ തന്നെയാണ്, കണ്ടപ്പോഴും അങ്ങനെ തന്നെ തോന്നിയത്. സമയമായാലും 2:43. ഓക്കെ, നമ്മുടെ പാർട്ട് 4 എല്ലാ ചാപ്റ്റേഴ്സും തീർന്നില്ലേ? പാർട്ട് 4
ഏതെങ്കിലും ഇനി ബാലൻസ് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും ചാപ്റ്ററുകൾ? ബാക്കിലേക്ക് ചോദിക്കാം. ഞാൻ ബാക്കിലേക്ക് ചോദിക്കുന്ന അനുസരിച്ച് പറയാം. ഇപ്പൊ മാൻ ആൻഡ് എൻവയോൺമെന്റ് ഓക്കെ. ദെൻ 9ാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? റിപ്പോർട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ അല്ലേ? അത് എടുത്തിട്ടുണ്ട്. 8ാമത്തത് ഗുഡ് മാനേഴ്സ് ആയിരുന്നു. 7th പ്രോഗ്രാംസ് ആൻഡ് വേരിയസ് കൈൻഡ്സ്. 6th ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരുന്നു? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എടുത്താണ് അല്ലെ? ക്ലാസ് റൂം സ്ട്രക്ചറുകൾ. ഫിഫ്ത്ത് ഡെവലപ്മെന്റ് പ്രൊഫൈൽ ആണ്. 5th ചാപ്റ്റർ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തതാണ്. 4th വൺ കമ്മ്യൂണിക്കേഷൻ അല്ലെ? കമ്മ്യൂണിക്കേഷൻ കോഡിംഗ് ഒക്കെ പറഞ്ഞ ചാപ്റ്റർ അല്ലേ? അതെടുത്തിട്ടുണ്ട്. അശ്വതി മിസ് ആയിരിക്കും. അശ്വതി മിസ്സാണ് എടുക്കണേ. പിന്നെ 3rd വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്. 2nd അശ്വതി മിസ് എടുത്തു തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. ഇല്ല, ആളെടുക്കുന്നാണ് പറഞ്ഞത്. എടുത്തിട്ടില്ല. എടുത്തോളൂ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ തുടങ്ങാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ആയി ആ 4th എല്ലാം ആയി മിസ്സേ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ് പാർട്ട് 4. ഓക്കെ, അപ്പൊ അത് ബാക്കി നിങ്ങൾ 3 പേരും കൂടെ അത് ലാസ്റ്റ് അടുത്ത ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ടെൻഡൻസീസ് ഓഫ് മാൻ പറഞ്ഞിരുന്നില്ലേ? കുറച്ച് ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. എല്ലാ ടെൻഡൻസീസും ഒന്ന് പറഞ്ഞു പോയായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? അതെ മാം, പറഞ്ഞു പോയി. ജസ്റ്റ് ഒന്ന് മാം ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നോക്കാന്ന് പറഞ്ഞു. ഏതാണ് മാം? ടെൻഡൻസീസ് ഓഫ് മാൻ പാർട്ട് 3. പാർട്ട് 3ലെ 9th ചാപ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയവർക്ക് അറിയാൻ പറ്റും. ഞാൻ ആബ്സെന്റ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞിരുന്നു. ബ്രീഫ് ചെയ്തല്ല, അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ അറിയാൻ പറ്റും? അതായത് നമ്മൾക്ക് 14 ടെൻഡൻസികൾ മോണ്ടിസോറി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 14 ടെൻഡൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ് അല്ലെ? എല്ലാത്തിലും പരസ്പരം കണക്ഷൻ ഉണ്ട്. ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്നുള്ള പോലെയാണ്. ക്ലാസ്സിൽ കയറിയ കുട്ടികൾക്ക് അറിയാൻ പറ്റുമോ? മിസ് 13 ടെൻഡൻസീസ് അല്ലേ? 2 റിപ്പീറ്റ് ചെയ്തോന്നുണ്ട്. റിപ്പീറ്റേഷൻ അത് മാറ്റിത്തരാം. ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്. നമ്മള് ഏതാണ് കൂടുതൽ കിടക്കുന്നത്? റിപ്പീറ്റേഷൻ 2ഉം 8ഉം. ഒരെണ്ണം റിപ്പീറ്റേഷൻ ആണ്. ഒരെണ്ണം കൺട്രോൾ വന്നിട്ടുണ്ടോ? സെൽഫ് കൺട്രോൾ ഉണ്ട് മാം. സെൽഫ് കൺട്രോൾ ഉണ്ട്. Repetition, order, preparedness, abstraction, curiosity, calculation, concentration, self-control, perfection, creativity, independence, and work. Curiosity വന്ന് independence വന്ന് creativity ആണ്. Okay, ഒരെണ്ണം നമ്മളത് നിങ്ങളുടെ ടെസ്റ്റിൽ അങ്ങനെ തന്നെയാണോ? അതെ മാം, ഇവിടെ ഇപ്പൊ 14 ടെൻഡൻസീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം റിപ്പീറ്റ് ചെയ്തതാകണ്ടേ? റിപ്പീറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഓറിയന്റേഷൻ ഉണ്ടോ? ഓറിയന്റേഷൻ ഇല്ല അല്ലെ? ഇല്ല മാം. എഴുതല്ലേ വേണ്ട. ഓറിയന്റേഷൻ വേണ്ട അല്ലേ? ഓറിയന്റേഷൻസ് ഉണ്ട്, മാനിപ്പുലേഷൻസ് ഉണ്ട്. അത് റിലേറ്റഡ് ആയിട്ടാണ്. മാനിപ്പുലേഷൻ കൊടുക്കുന്നത്. മാനിപ്പുലേഷൻ ആണ് കേട്ടോ. 8ാമത്തത് മാനിപ്പുലേഷൻ എഴുതാം. മാനിപ്പുലേറ്റ് ചെയ്യാൻ മാം, റിപ്പീറ്റേഷന്റെ അവിടെയാണോ? അത് കട്ട് ചെയ്തിട്ടാണോ എഴുതേണ്ടത്? മാനിപ്പുലേഷൻ സെക്കൻഡ് റിപ്പീറ്റേഷൻ കറക്റ്റ്. 8ാമത്തത് മാറ്റി മാനിപ്പുലേഷൻ ആണ്. ടെക്സ്റ്റ് ഇല്ല, ഞാനത് പഠിപ്പിച്ചു തരാം കേട്ടോ.
ഇതില് ഫസ്റ്റ് പാരഗ്രാഫ് നാലിലേക്ക് വായിക്കാം. മാം വായിക്കട്ടെ. വായിച്ചു. Tendencies of കുറച്ച് man. വായിച്ചാൽ ഞാൻ പറയുന്നത് നിർത്തല്ലേ. Tendencies of man. Montessori had much to say about world peace. She always talks about the importance of developing an understanding of the human problem and associative human society. She firmly believed that the way to do this was through the child, and that the work of education was to establish a lasting peace. Throughout history, humans have relied on their genius and versatile for survival. Regardless of race, country, or culture, people follow similar patterns. After years of careful inspection in children, Maria Montessori was able to identify 14 important tendencies that compel human beings to make and refine the world around them, which she considered these as tendencies of man. They are exploration, order, gregariousness, communication, abstraction, interest, calculation, repetition, concentration, self-control, perfection, inventiveness, independence. അവിടെ മാനിപ്പുലേഷൻ നടത്താം കേട്ടോ. ഇൻവെന്റീവ്നെസ് വേണ്ട, മാനിപ്പുലേഷൻ നടത്താം. Okay, ma'am. Okay, independence and work. Independence and work. The Montessori prepared environment with its carefully chosen and beautifully arranged materials is built around these tendencies. Because of this, Montessori teachers do not want to force their students to. Children are naturally drawn to the material because they appeal to their instinctive drives. During her many, Madhya ma'am. മതി. Okay. Yes. Okay. നിങ്ങൾക്ക് ഇവിടെ അവിടെ നിൽക്കട്ടെ. മോണ്ടിസോറിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാമോ? മാം മോണ്ടിസോറി, മരിയ മോണ്ടിസോറി പറ്റിയിട്ടല്ലേ മാം? അതെ, മരിയ മോണ്ടിസോറി. മരിയ മോണ്ടിസോറി ഒരു വേൾഡ് പീസിന് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് മൈൻഡ് കൊണ്ട് തീരുമാനം എടുത്തൊരു ലേഡിയാണ്. അപ്പൊ ബേസിക്കലി ആ വേൾഡ് പീസ് കൊണ്ടുവരണമെങ്കിൽ ബേസിക് ചൈൽഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ടുഡേസ് ഈ കിഡ്സ് ആണ് നാളത്തെ സിറ്റിസൺസ്. അപ്പൊ അവര് കാരണമേ നാളത്തെ വേൾഡ് ബിൽഡ് ആവും. ഇപ്പൊ ഓൾറെഡി ഉള്ള വേൾഡിൽ നമുക്ക് സഡൻലി ചെന്ന് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ബേസിക് തുടങ്ങേണ്ടത് കുട്ടികളിൽ നിന്നാണ്. അതും ഏറ്റവും പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളിൽ നിന്നാണ് അത് തുടങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു മോട്ടീവ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മോണ്ടിസോറി മെത്തേഡ് മരിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത ആ പ്രിൻസിപ്പിൾ തന്നെ അതിന്റെ ബേസിലാണ്. വെരി ഗുഡ്. യെസ്, ഇപ്പൊ ഫസ്റ്റ് ആദ്യത്തെ പാരഗ്രാഫിന്റെ ഏകദേശം ചെറിയൊരു ഭാഗമാണ് ഇപ്പൊ പറഞ്ഞത്. രേവതി പോലും അറിയാതെ രേവതി പറഞ്ഞു. ഓക്കെ, മോണ്ടിസോറി ശരിക്കും എന്താണ്? വേൾഡ് പീസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു തോട്ട്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഒരു തോട്ട് അവരുടെ മനസ്സിൽ തോന്നിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ഉണ്ടാവില്ല. ഈ സ്റ്റൈൽ ഓഫ് എന്താ പറയാ, അതിനൊരു പേരെടുത്ത് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് സ്പീച്ച്ലെസ് ആണ്. ശരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് ഈ ഒരു വ്യക്തി മാത്രമേ നമുക്ക് സാധിക്കൂ. മറ്റുള്ളവർക്ക് സാധിക്കും, പക്ഷെ നമ്മുടെ സാധാരണ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ല, വിദ്യാഭ്യാസ രീതിയേ അല്ലാതെ അല്ലെ. നമ്മളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ കുറെ അറിവുകൾ വേറെ രീതിയിലായി പോയാനെ അല്ലെ. നമുക്ക് കുറച്ചും കൂടി എന്താ ക്രിയേറ്റ്നെസ്, നമ്മളുടെ പേഴ്സണാലിറ്റി തന്നെ കുറെ വ്യത്യാസങ്ങൾ വന്നിരുന്നാലും. ഓക്കെ, പക്ഷെ പഠിച്ച കുട്ടികളിൽ എന്താണ് വ്യക്തമായ രീതിയിൽ അവരുടെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് ഇതിന് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദേവതി പറഞ്ഞ എന്താണ്, ബേസിക് ചിൽഡ്രനിൽ നിന്നാണ് ഈ മോണ്ടിസോറി ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. കുഞ്ഞുങ്ങളിൽ നിന്നാണ് ശരിക്കും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തിയെ രൂപീകരിക്കുന്നതിന്റെ ഏറ്റവും ബേസിക് ഫാക്ടർ എന്താണ്? നമ്മളുടെ ചൈൽഡ്ഹുഡ് തന്നെയാണ് അല്ലെ. ആ കുഞ്ഞു പ്രായത്തിൽ ഉണ്ടാകുന്ന
എല്ലാത്തരം മാറ്റങ്ങളിലൂടെയാണ് അവസാനം നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ മാറുന്നത്. അപ്പൊ ചെറിയ കാലഘട്ടത്തിൽ നിന്ന് നല്ലൊരു ഇൻഡിവിജ്വൽസിലേക്ക് ആക്കാനായിട്ടുള്ള എല്ലാത്തരം ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി എഡ്യൂക്കേഷൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മള് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് അല്ലെ. മാത്രമല്ല നമ്മള് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അല്ലെ മെറ്റീരിയൽസിലൂടെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു പഠനം നമുക്ക് സാധ്യമാണ്. ഓക്കെ, അപ്പൊ മോണ്ടിസോറിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹ്യൂമൻ ടെൻഡൻസിയിലേക്ക് വരാൻ കാരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റി റിലേറ്റ് ചെയ്ത് ഹ്യൂമൻ സൊസൈറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളായി ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പ്രധാനമായിട്ട് മനുഷ്യന്റെ ഒരു പ്രശ്നം കണ്ടെത്തുന്നതിനുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളും നമുക്കുണ്ട് അല്ലെ. ഈ പ്രശ്നങ്ങളുടെയൊക്കെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനുണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും പ്രധാന ഉറവിടം സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ പ്രോബ്ലംസിന്റെ ഹ്യൂമൻ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻ ആണ് അല്ലെ. നമ്മളുടെ ഉണ്ടാകുന്ന ഇമോഷൻസ് ആണ്. ഒരു കാര്യം കണ്ടാല് നമ്മൾ ആ കാര്യത്തെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അല്ലെ. പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിലോ പോസിറ്റീവായിട്ട് നമ്മളിൽ അത് ഫീൽ ചെയ്യും. പക്ഷെ മനുഷ്യന്റെ പ്രധാന പ്രശ്നം അവന്റെ ബിഹേവിയറിൽ തന്നെയാണ് അല്ലെ. അതായത് നമ്മൾ ഇമോഷൻസ് ആയിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇമോഷൻസ് ആണ്. നമ്മളുടെ ഇപ്പോ തല മുതൽ പാദം വരെ എന്താണ്? ഇമോഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ പ്രോബ്ലം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ വരാൻ കാരണം അവനിൽ ഉടലെടുക്കുന്ന പ്രവണതകളാണ് അല്ലെ. ടെൻഡൻസി ഉണ്ട് നമുക്ക്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒന്ന് ചെയ്ത് മറ്റൊന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യാനായിട്ട് എന്തൊക്കെയോ ഒരു പ്രേരണ നമ്മളിൽ ഉണ്ടാകും അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 14 ടെൻഡൻസികൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ മോണ്ടിസോറിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിരന്തരമായിട്ടുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് എഡ്യൂക്കേഷൻ ഫീൽഡില് മനുഷ്യൻ എന്താണ്? മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു വേഴ്സറ്റൽ ആയിട്ടുള്ള സ്വഭാവമാണ് അല്ലെ. അല്ലെങ്കിൽ വൈവിധ്യമാർന്നിട്ടുള്ള സ്വഭാവം എന്നുള്ളത് അല്ലെ. നമുക്ക് നിമിഷ നേരം കൊണ്ട് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. നിമിഷ നേരങ്ങൾ സെക്കൻഡുകളിൽ നമ്മുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ. യെസ്, പല ക്രൂരമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ ചിന്തിക്കാൻ നമുക്ക് എന്ത് മതി? സെക്കൻഡ്സ് മതി അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ ലോകത്ത് നടക്കുന്നത്. ഇപ്പൊ ക്രൂവൽ ആയിട്ടുള്ള പല എന്താ പറയാ കൊലപാതകങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സൂയിസൈഡ് പോലുള്ള അറ്റംപ്റ്റ്സ് ഒക്കെ നടക്കുന്നത് ജസ്റ്റ് സൂയിസൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് കുറച്ച് സമയം ആ തോന്നലുകൾ ഉണ്ടാവുള്ളൂ. നമ്മള് സൈക്കോളജി പഠിച്ചിട്ടാണെങ്കിൽ അറിയാൻ പറ്റും. ഇത് നമ്മുടെ മനസ്സിൽ ഒരു കുറച്ച് നേരം എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ട് സെക്കൻഡ് ആണ്. ആ സമയത്ത് മാത്രമേ സൂയിസൈഡ് ടെൻഡൻസി നിൽക്കുള്ളൂ. പക്ഷെ നമ്മളപ്പം തന്നെ നമ്മുടെ തോട്ട് മാറ്റുന്നതാണെങ്കിൽ എന്താണ്? അതിൽ നിന്നത് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ എന്താണ്? ആ സെക്കൻഡിൽ തന്നെ അതിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആളെ ചെയ്തിരിക്കും. ഓക്കെ, അങ്ങനെയാണ് സൂയിസൈഡിന്റെ അറ്റംപ്റ്റിലേക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ മനുഷ്യ മനസ്സ് എത്തിച്ചേരുന്നത്. ടീച്ചറായിട്ടും പറഞ്ഞില്ല, പറഞ്ഞാലും കുഴപ്പം പറ്റിയാൽ എന്നെ തലയിലാവും. ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞതാണ്. നമ്മളുടെ മനസ്സിൽ കുറച്ച് സെക്കൻഡുകൾക്ക് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് സൂയിസൈഡ് ടെൻഡൻസി. അതും ഒരു ടെൻഡൻസിയാണ് അല്ലെ. അതവിടെ നിൽക്കട്ടെ, മാച്ച് കളി നിൽക്കും കേട്ടോ. അതെ മാം, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല മാം, അത് മാം പറഞ്ഞത് കറക്റ്റാണ്. ഞാനത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത ആൾക്കാർ ഇതിൽ എത്ര പേരുണ്ടെന്ന് അറിയില്ല. എടുത്തിട്ടുള്ളവർക്ക് അതിൻ്റെ അകത്തൊരു ടോപ്പിക്, ഒരു സബ് ടോപ്പിക് ആയിട്ട് ഈ സൈക്കോളജി വരാറുണ്ടല്ലോ. അപ്പോ ടീച്ചേഴ്സ് നമ്മുടെ കോളേജിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് പോവാറുണ്ട്. അപ്പൊ പറയാറുണ്ട് നമ്മുടെ ഈ ഇൻറ്റ്യൂഷൻ നമ്മുടെ മൈൻഡിൽ ആ ഒരു സമയത്തിന് വരുന്ന സമയത്തിന് ആരെങ്കിലും ഒരാളെ നമ്മളിപ്പം കോൾ ചെയ്ത് സംസാരിക്കുകയാണ്, അവർ വേറൊരു ടോപ്പിക്കിലേക്ക് നമ്മളെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് ഔട്ട് ആവും. ആ ഒരു നമുക്ക് അപ്പം വന്ന ആ ഒരു തോട്ട് അങ്ങ് ഔട്ട് ആവും. പിന്നെ നമ്മൾ അതിലേക്ക് പോകത്തില്ല. നമ്മളത് ടോപ്പിക്സ് ക്ലാസ്സിൽ എടുക്കുമ്പോഴും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്സിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? കൂടുതലായിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ക്യൂരിയോസിറ്റി കൂടുതൽ എന്താണെന്ന് കണ്ടുപിടിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർ എന്താണ് ചിലപ്പോൾ ഇത് ആലോചിച്ച് ചിലപ്പോൾ ഒരു അറ്റംപ്റ്റിലേക്ക് എത്തിയതും വരാം. അങ്ങനെയും നടക്കുന്നത് സത്യമുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളിത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമ്പോഴും അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനെക്കുറിച്ച് പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ടെൻഡൻസി തോന്നുന്ന സമയത്ത് മനസ്സിനെ റീഡയറക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. റീഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റീഡയറക്ട് ചെയ്യാന്ന് പറയുന്നത് എന്താ? അതിൽ നിന്ന് പിന്മാറി പറ്റണം. അത് മനസ്സിന് എത്രത്തോളം കൺട്രോളിങ് ഉള്ളവർക്ക് മാത്രമേ അതിൽ പെട്ടെന്ന് ലീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി കിടക്കുമ്പോൾ എന്താണ്? അത് ചെയ്തിരിക്കും.
ഷുവർ ആയിട്ടുള്ള കാര്യം അല്ലെ. സ്റ്റക്കായി ഇടുന്ന സമയത്ത് അത് ഷുവർ ആണ്, നടക്കും. അത് മറ്റ് നമ്മുടെ വിധിയോ മറ്റോ ഒന്നുമല്ല, നമ്മുടെ മനസ്സാണ് അത് ചെയ്യുന്നത് അല്ലെ. വിധിയാണ് അതാണെന്ന് പറഞ്ഞ കാര്യമില്ല. അതങ്ങനെയൊന്നല്ല. നമ്മൾ പറയും പലതും ആശ്വസിക്കുന്നതാണ്, വിധിയാണ് എനിക്ക് അങ്ങനെയാണെന്നൊക്കെ. അത് മനസ്സാണ് തീരുമാനിക്കുന്നത്. അത് നടക്കണമെന്നാണ് അല്ലെ. അത് നടക്കുന്നത് ആരാണ്? മനസ്സിന്റെ ഒരു തീരുമാനം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, ചെറിയൊരു ടോപ്പിക് അല്ല. നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതെ അതെ അതെ, ശരി. മാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടന്നത് പറയട്ടെ. ആ പറഞ്ഞോളൂ. അതെ, ഞങ്ങളുടെ ഫാർ റിലേറ്റീവ് ആണ്. അവര് വീട്ടില് അമ്മാമ്മയും ഒരു മോനും മോളാണുള്ളത്, കുട്ടിയോള്. അവരുടെ പാരന്റ്സ് ഒക്കെ പുറത്താണ് ജോലിക്കായിട്ട് പോയിട്ടുള്ള. അപ്പോ മോള് ഇപ്പൊ +2 പഠിക്കാണ്. അപ്പോ മോനും ഈ പറഞ്ഞ പോലെ 7th 6th അങ്ങനത്തെ ഒരു ക്ലാസ്സിലാന്ന് തോന്നുന്നുണ്ട്. അപ്പോ ഈ കുട്ടി നല്ല നല്ല കാണാനും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള കുട്ടിയാ, നല്ല ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടിയാ. ആ കുട്ടീനെ കണ്ടാ പറയില്ല നമ്മള് അങ്ങനത്തെ ഒരു ഇത് ചെയ്യണ ആളാണ്. പക്ഷെ ഒരു ദിവസം നോക്കുമ്പോണ്ട് അമ്മാമ്മ പള്ളിയിലേക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ കാണുന്നത് കുട്ടി ഹാങ് ചെയ്ത് നിക്കണതാ. അപ്പോ ആർക്കും അറിയണില്ല എന്താണ് സംഭവം, ഒന്നും അറിയില്ല. പിന്നെയാണ് അറിഞ്ഞത്. അതെ, കാരണം ഉണ്ടായിരുന്നു, പക്ഷെ അറിഞ്ഞില്ല. ഈ കുട്ടി ഇപ്പൊ ചെയ്തത് അറിഞ്ഞില്ല. പക്ഷെ ലാസ്റ്റ് ആണ് അറിഞ്ഞത് ഒരു കുട്ടിയായിട്ട്, ഒരു ചെക്കനായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ചെക്കനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവള് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതാ. പക്ഷെ അവൻ വന്ന് നോക്കിയതാ ഇത് പെട്ടെന്ന് ഇത് ആ കെട്ട് ഇതായി, ആ ചെയറ് നീങ്ങി, ആ കുട്ടി പെട്ടെന്ന് സ്പോട്ടിൽ പോയി. അപ്പൊ ആ കുട്ടി ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അത് മരണത്തിലായി. അതാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കണം. സ്നേഹിക്കുന്നതിന് ഒരു തെറ്റില്ല അല്ലെ, പ്രേമിക്കുന്നതിന് ഒരു തെറ്റില്ല. പക്ഷെ നമ്മൾ നോക്കി കണ്ടും വേണം. മാത്രമല്ല, ആ ഒരാൾക്ക് വേണ്ടി നമ്മളെ ജീവിതം കളയരുത് എന്നുള്ള വ്യക്തമായ ഒരു നിർദ്ദേശം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് അവർക്ക് വരേയില്ല. ആരെ വേണേലും സ്നേഹിച്ചോ, ഇഷ്ടമുള്ള അത് ഒരു ചോയ്സ് ആണ് അല്ലെ. പക്ഷെ അയാൾക്ക് വേണ്ടി ജീവിതം നമ്മളുടെ, അല്ലെങ്കിൽ നമ്മളൊരു മരണത്തിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവരുതെന്ന് പറഞ്ഞു കൊടുക്കും വ്യക്തമായിട്ട് കേട്ടോ. പറഞ്ഞാൽ സത്യമല്ലേ. ഒരിക്കലും ഒരു പരിഹാരം അല്ലാന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് അമ്മമാർക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും ദേഷ്യം വാശിയായിട്ട് പറയരുത്, പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ആൺകുട്ടികളോടും പറയാം, രണ്ടുപേരോടും, ആണും പെണ്ണൊന്നുമില്ല, രണ്ടുപേരോടും പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമുള്ളൂ അല്ലെ. നമ്മൾ പല സന്ദർഭങ്ങളിലും കാണുന്നുണ്ട്. ഞാനൊരു ടീനേജ് ഒക്കെ ആയിരുന്നു തൊട്ട് ഒരു അറിവ് വന്നിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പാരന്റ്സ് പറഞ്ഞു, എല്ലാരും പറഞ്ഞു, സ്വന്തമായിട്ട് മൈൻഡിൽ മനസ്സിലാക്കിയിട്ടുള്ള, സ്നേഹിക്കുന്നതിലല്ല തെറ്റ്. ആ ഒരു പേഴ്സൺ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് അതിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ടല്ല നമ്മൾ ചൂസ് ചെയ്തെങ്കിൽ അതായിരിക്കും നമുക്ക് തെറ്റി പോകുന്നത്. കുട്ടികൾ ആരെങ്കിലും സ്നേഹിച്ചോട്ടെ, നിങ്ങളോട് ആൾക്കത് പറയാൻ പറ്റണം. ഞാൻ ഇങ്ങനെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, അമ്മയെ അച്ഛാന്ന് പറയാൻ പറ്റണം. അങ്ങനെ പറഞ്ഞാൽ കുറെയൊക്കെ ആ കുട്ടിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും. ഉപകാരം മീൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ ആൾക്ക് വേറെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് അതിന് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അച്ഛനമ്മയൊക്കെ അറിഞ്ഞില്ല. ഇപ്പൊ ഒരാൾക്ക് നമ്മളെ സർവമായ സിനിമയിൽ ആ കുട്ടിക്ക് ഇഷ്ടം തോന്നുന്ന ഒരാളെ കുറിച്ച് അച്ഛനോടും അമ്മയോടാണ് ആദ്യം പറഞ്ഞത് അല്ലെ. സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ആള് ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്ന് വരാനും എന്നിരുന്ന പോലെ കണ്ടോ. അങ്ങനെ പറയാനുള്ള ഒരു ഫ്രീഡം, ആ ഒരു കരുതലും കാര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. അച്ഛനമ്മ ആ ഒരു ഫീൽഡിൽ ആ ഒരു എന്താ പറയാ, ആ സ്പേസിൽ അവർക്ക് അത് പറയാൻ പറ്റാൻ ഒരു കുഞ്ഞു കൊടുക്കണം. ഒരുപാട് സ്നേഹിച്ച് കൊഞ്ചിച്ച് ഇതാക്കി പോകരുത്. നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ, അവരുടെ ജീവനാണ് അല്ലെ. ജീവൻ ഇമ്പോർട്ടന്റ് ഉണ്ട്, കരിയറിനേക്കാൾ ഇമ്പോർട്ടന്റ് ജീവന് തന്നെയാണ് അല്ലെ. അപ്പൊ നല്ല കരിയറിനൊപ്പം എന്താണ്, ആ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടാവുന്ന ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം, അത് വേണമെങ്കിൽ സ്നേഹിച്ചോട്ടെ, പക്ഷെ അവർക്ക് അത് ഇത്രയും പറയാം, അവന് വേണ്ടി ഒരിക്കലും ജീവിതം കളയാനോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഒരിക്കലും ജീവിതം കളയാനോ നിങ്ങൾ ചിന്തിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഡേ. താങ്ക് യു മാം. അടുത്ത ക്ലാസ്. താങ്ക് യു മാം. മാം ഒരു കാര്യം, മാം ഇപ്പൊ PG ക്ലാസ്സിൽ മാം ആണ് 2:30ക്ക് കയറുന്നത്.